മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അവതീർണമായിട്ടില്ല എന്ന് നമുക്കറിയാം. ഖദറിന്റെ രാത്രിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നത് അന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രസിദ്ധമായ രണ്ട് അഭിപ്രായങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, അഥവാ എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന റബ്ബിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക്, അഥവാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഇറക്കപ്പെട്ടത് ഒരു ഖദറിന്റെ രാത്രിയിലായിരുന്നു. അങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഇറക്കപ്പെട്ട രാവാണത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രസിദ്ധമായ ഒരഭിപ്രായം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ വീക്ഷണക്കാരാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് ആ രാവിലാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന 5ഓളം ആയത്തുകൾ ഈ രാവിലാണ് അവതീർണമായത്. അപ്പോൾ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അവതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ രാവിലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ഈ രണ്ട് അഭിപ്രായങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് പ്രസിദ്ധരായ ചില പണ്ഡിതന്മാർ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഈ രണ്ടഭിപ്രായങ്ങളും വിരുദ്ധമല്ല, രണ്ടും ജംഅ് ചെയ്തുകൊണ്ട് അവർ അഭിപ്രായപ്പെട്ടത് രണ്ടും ശരിയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നമ്മോടടുത്ത ഒന്നാമത്തെ ആകാശത്തിലേക്ക് മുഴുവനുമായി ഇറക്കിയതും പിന്നീട് അതിൻ്റെ ശേഷം അവിടെ നിന്ന് ആദ്യത്തെ 5 ആയത്തുകളുടെ അവതരണം നടന്നതും ഈ രാത്രിയിൽ തന്നെയാണ്. രണ്ടും അന്ന് തന്നെയാണ് സംഭവിച്ചത് എന്ന് വെക്കുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് ആ രണ്ടഭിപ്രായങ്ങളും പരസ്പരം ജംഅ് ചെയ്യുകയാണ്. രണ്ടും അത് വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ഘാടനം കൊണ്ട് ഏറ്റവും കൂടുതൽ പുണ്യപൂർണമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. അത് റമദാനിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പരിശുദ്ധ ഖുർആൻ അവതീർണമായത് റമദാൻ മാസത്തിലാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. എങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ച് തന്നെ സൂറത്തു ദുഖാനിലും അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. അവിടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്നാണ് അവിടെ പറഞ്ഞത്. ഖുർആനിനെ നാം അവതരിപ്പിച്ചു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഏതാണ് ആ രാത്രി? റമദാനിലെ രാത്രി. ആ രാത്രി ഏതാണ്? ഈ അധ്യായത്തിൽ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രി. എന്നാണ്? ഏത് മാസത്തിലാണ്? ശഅബാനിലാണോ റമദാനിലാണോ? റമദാനിലാണ്. എന്തേ ശഅബാനിലാണോ എന്നൊരു സംശയം വന്നത്? ചില ആളുകൾ സൂറത്തു ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കത്തായ രാവിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന രാത്രി ശഅബാൻ 15ന്റെ രാത്രിയാണെന്നും അതുകൊണ്ട് ബറാഅത്ത് രാവ് പുണ്യപൂർണമാണെന്നും അന്ന് പ്രത്യേകമായ ആരാധനകൾ ഉണ്ടെന്നുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അന്നാണ് മനുഷ്യന്റെ ബജറ്റ് നിർണയിക്കപ്പെടുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു കൊല്ലം നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ആ രാവിലാണ് വിവേചിച്ച് തീരുമാനിക്കപ്പെടുന്നത് എന്ന് പല ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്.
ആ അഭിപ്രായമല്ല ശരി. മറിച്ച് സൂറത്തു ദുഖാനിൽ പ്രാരംഭത്തിൽ പറഞ്ഞ ഈ ലൈലത്തുൻ മുബാറകത്തും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറഞ്ഞ ഈ ഖദറിന്റെ രാത്രിയും ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ റമദാൻ മാസത്തിലാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും പ്രബലമായത് റമദാനിലാണ് ലൈലത്തുൽ ഖദർ. അതിൽ ഏതാണ്? റമദാൻ മുഴുവനുമാണ് എന്ന അഭിപ്രായമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ തന്നെ അവസാനത്തെ 10 ദിവസങ്ങൾ ഖുർആനിനെ നാം അവതരിപ്പിച്ചു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രിയിൽ. എന്താണ് ഈ ഖദറിന്റെ രാത്രി? ഇനി അതാണ് നമുക്കറിയേണ്ടത്. എന്താണ് ആ പേര് വരാൻ കാരണം? ഖദറിന്റെ രാത്രി എന്ന പേര് വന്നത് എന്തുകൊണ്ട്? അറബി ഭാഷയിൽ ആ പദത്തിന് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ അളമത്ത്, ആ രാത്രിയുടെ മഹത്വമാണ് പറയുന്നത്, ആ രാത്രിയുടെ പവറാണ് പറയുന്നത്, അന്നത്തെ അമൂല്യമായ പ്രത്യേകമായ ആ സമയത്തിന്റെ മേന്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മറ്റൊരു വീക്ഷണം എന്തെന്നാൽ, അന്നത്തെ ദിവസമാണ് എല്ലാ കാര്യങ്ങളെയും കണക്കാക്കുന്നത്. അപ്പൊ നിർണയം ചെയ്യുക, കണക്കാക്കുക എന്ന് ഖദറിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നിർണയത്തിന്റെ രാത്രി, കണക്കാക്കുന്ന രാത്രി, അതുപോലെ തന്നെ ബഹുമാനം, വലിയ രൂപത്തിലുള്ള ആദരവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും അതിനുണ്ട്. അതുകൊണ്ട് ബഹുമാനത്തിന്റെ രാത്രി, മഹത്വത്തിന്റെ രാത്രി എന്നൊക്കെ 2 നിലക്കും അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നു. ഇതിൽ ഈ രാത്രിയിലാണ് കാര്യങ്ങൾ വിവേചിക്കപ്പെടുന്നത് എന്നുള്ളതിന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സൂറത്തു ദുഖാനിലെ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. ഈ മുബാറക്കത്തായ രാത്രിയിൽ നടക്കുന്ന സംഗതി അല്ലാഹു സൂറത്തു ദുഖാനിൽ പറഞ്ഞതാണ് ഞാൻ കേൾപ്പിച്ചത്. ഫീഹാ, അനുഗ്രഹീതമായ രാത്രിയിൽ, യുഫ്റഖു, അതാ കാര്യങ്ങൾ വേർതിരിച്ച് വിവേചിക്കപ്പെടുകയാണ്, വിവരിക്കപ്പെടുന്നു. കുല്ലു അംരിൻ ഹകീം, യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. അപ്പോൾ ആ അഭിപ്രായ പ്രകാരവും ഈ സൂറത്തിൽ തന്നെയും സൂറത്തുൽ ഖദറിന്റെ തന്നെ അവസാന ഭാഗത്ത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയും ആ ഒരു വർഷം വരാൻ പോകുന്ന ഒരു വർഷത്തേക്ക് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി അതാ റബ്ബ് കൃത്യമായി അത് മലക്കുകളെ അറിയിക്കുന്നു. അവന്റെ രേഖയിൽ നിന്ന് അവൻ കൃത്യമായിട്ട് ആ വിവരങ്ങൾ പുറത്തുവിടുന്നു. നമുക്കത് കൃത്യമായി തന്നെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ വിധികൾ എന്തൊക്കെയാണ്? ഓരോ മനുഷ്യനും ഒരു വർഷത്തേക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് പണ്ടേ. പക്ഷേ അത് റബ്ബിന്റെ മലക്കുകളോട് ആ അറിയിപ്പ് കൊടുക്കുകയാണ്. ആ കൃത്യമായ ദിനമാണ് ലൈലത്തുൽ ഖദറിന്റെ ആ രാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന, അവനിൽ ഇനി വരാൻ പോകുന്ന ഖൈറുകൾ ഏതൊക്കെയാണ്, അവനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഷർറുകൾ എന്തൊക്കെയാണ്, അവന്റെ ആയുസ്സിന്റെ കാര്യം, ആരൊക്കെ ഇനി അടുത്ത് ഖദറിന്റെ രാത്രിക്ക് മുമ്പായി മരണം വരിക്കും, ആർക്കൊക്കെ രോഗം ബാധിക്കും, ആർക്കൊക്കെ റിസ്ഖുകൾ ലഭിക്കും, ആർക്കൊക്കെ അത് തടയപ്പെടും, ആർക്കൊക്കെ ആരോഗ്യമുണ്ടാകും, അതുപോലെ ആരൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കും, എത്രത്തോളം ഹാജിമാരെ വരെ എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. യഹജ്ജു ഫുലാൻ വയഹജ്ജു ഫുലാൻ, ഇന്നയാള് ഹജ്ജിന് പോകും, ഇന്നയാള് ഹജ്ജ് ചെയ്യും തുടങ്ങി എല്ലാ കാര്യങ്ങളും വന്ന് ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. ഈ അഭിപ്രായമൊക്കെ പ്രഗത്ഭരായ സഹാബി വര്യന്മാരിൽ നിന്ന്, അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന്,
അതുപോലെ തന്നെ താബിഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധരായ ഹസനുൽ ബസരി റഹിമഹുല്ലാ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഖത്താദ റഹിമഹുല്ലാ പോലെയുള്ളവരൊക്കെ യുബ്റമു ഫീ ലൈലത്തിൽ ഖദ്രി ഫീ ശഹ്രി റമളാൻ കുല്ലു അജലിൻ വഅമലിൻ വഖൽഖിൻ വരിസ്ഖിൻ മാ യകൂനു ഫീ തിൽക സന. രാവിൽ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുസ്സും കർമ്മങ്ങളും സൃഷ്ടിപ്പും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള റിസ്ഖും ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം തീരുമാനിച്ച് അത് മലക്കുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന, അതെല്ലാം നടപ്പിൽ വരുത്താൻ പോകുന്ന കൃത്യമായ രാവാണത്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. അതായത് ഖദർ എന്നുള്ള പേര്, അപ്പൊ നിർണയത്തിന്റെ രാത്രിയാണല്ലോ, ഒക്കെ നിർണയിക്കാണ്, എല്ലാം വിവേചിച്ച് കൃത്യമായി വേർതിരിക്കപ്പെടുകയാണ്. ഇനി അതേപോലെ തന്നെ ആ രാവിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായിട്ട് മനുഷ്യനത് ആ രാവ് ഏതാണെന്ന് അറിഞ്ഞവനാകട്ടെ അറിയാത്തവനാകട്ടെ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ രാത്രി എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ ആ ദിവസത്തിന്റെ മഹത്വം എനിക്ക് ലഭിക്കണമല്ലോ എന്ന ഏറ്റവും ആത്മാർത്ഥമായ ഉദ്ദേശത്തോടുകൂടി ആ രാത്രിയിൽ ഏറെ സജീവമായി കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഖദറിന്റെ രാത്രിയെപ്പറ്റി വളരെ ആകാംക്ഷയുണ്ടാക്കുന്ന ചോദ്യം ആമുഖമായിട്ട് റബ്ബ് ചോദിക്കുന്നുണ്ട്. വമാ ദറാക മാ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്താണെന്ന് നിനക്കെന്തറിയാം, നിനക്കതിനെപ്പറ്റി വല്ലതും അറിയാമോ? എന്നിട്ടാണ് മറുപടി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണത്. പണ്ഡിതന്മാരവിടെ വ്യാഖ്യാനം നൽകി, ഖദറിന്റെ രാത്രി ഇല്ലാത്ത 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രിയാണത്. ഒരു സെക്കൻഡ് പ്രവർത്തിച്ചാൽ പോലും 24 മണിക്കൂറിന്റെ പ്രവർത്തനത്തിന് സമാനമായി മാറുന്ന, ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്ത് മുഴുവനും ചെയ്താൽ പോലും എത്താത്തത്ര വലിയ രൂപത്തിലുള്ള ഏറ്റവും വലിയ മഹത്വം നിറച്ചു വെച്ച രാത്രിയാണത്. 83 ചില്ലാനം വർഷങ്ങള്. ആർക്കാ സഹോദര അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുക? 83 ചില്ലാനം വർഷങ്ങള് നിരന്തരമായി ഇബാദത്തെടുത്തതുപോലെ, സൽക്കർമ്മം ചെയ്തതുപോലെ ആ ഒരൊറ്റ രാത്രിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ എത്ര വലിയ നിഅമത്തിന്റെ രാത്രിയാണത്, എത്ര വലിയ മഹത്വത്തിന്റെ രാത്രിയാണത്. അതുകൊണ്ടല്ലേ ആ ദിവസത്തെ അശ്രദ്ധമാക്കുന്നവനേക്കാൾ ഭാഗ്യം കെട്ടവൻ വേറെ ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്. അന്നത്തെ രാത്രി ആർക്കെങ്കിലും തടയപ്പെട്ടാൽ, ആ ഖദറിന്റെ മഹത്വം ആർക്കെങ്കിലും തടയപ്പെട്ടാൽ സർവ നന്മയും അവൻ തടയപ്പെട്ടവനാണ്. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം. വളരെ ഭാഗ്യം കെട്ടവനല്ലാത്ത, ഒരു ഭാഗ്യവുമില്ലാത്ത, വല്ലാത്തൊരു നിർഭാഗ്യവാനല്ലാതെ അതിൽ നിന്ന് തടയപ്പെടുന്നതല്ല. അതിൻ്റെ പുണ്യത്തെ അവന് തടയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം അശ്രദ്ധമാകാതെ ഏറെ ശ്രദ്ധ പുലർത്തണം എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് റഹ്മാനായ റബ്ബ് മുൻ സമുദായങ്ങളെ അപേക്ഷിച്ച് ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്തയിൽ നമുക്കൊരു റിപ്പോർട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുൻ സമുദായങ്ങളുടെയൊക്കെ, കഴിഞ്ഞുപോയ ആളുകളുടെയൊക്കെ ആയുഷ്കാലവും പ്രവർത്തനത്തിന്റെ കാലങ്ങളുമൊക്കെ കാണിക്കപ്പെട്ടപ്പോ തൻ്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം വളരെ കമ്മിയാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തോന്നി എന്ന് മാത്രമല്ല, മുൻ സമുദായങ്ങളെപ്പോലെ എൻ്റെ ഉമ്മത്തിന് സൽക്കർമ്മങ്ങളിൽ അത്രത്തോളം വർദ്ധിപ്പിച്ച് നല്ല നല്ല മഹത്വത്തിന്റെ പദവികളിലെത്താനാവില്ലല്ലോ എന്ന ഒരു ചിന്തയും വിഷമവും അവിടത്തേക്ക് വന്നപ്പോ ഫഅഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവ് തന്നെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഉമ്മത്തിനെ എന്ന് പറയുമ്പോ സഹോദരന്മാരെ, വലിയ മഹത്വമാണത്. അതുകൊണ്ട് ആ സമയത്തെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്.
പക്ഷേ ഏത് രാത്രിയാണെന്ന് അറിയിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ വെള്ളിയാഴ്ച ഉത്തരം കിട്ടുന്നവരെ നേരമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം പ്രഭാതമായത് മുതൽ അന്നത്തെ മഗ്‌രിബാകുന്നത് വരെ ആ സമയത്തിനിടക്കുള്ള ഒരു സമയം എന്തു ചോദിച്ചാലും റഹ്മാനായ റബ്ബ് ഉത്തരം തരാമെന്ന് ഓഫർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുഖല്ലിലുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആംഗ്യ ഭാഷയിൽ അത് വളരെ കുറഞ്ഞേയുള്ളൂ എന്ന നിലക്ക് പറഞ്ഞല്ലോ. ആ സമയമേതെന്ന് അറിയിക്കപ്പെട്ടതുമില്ല. എന്തിനാണത്? വെള്ളിയാഴ്ചയുടെ പകൽ മുഴുവനും വിശ്വാസികൾ ശരിക്കും ഉണർന്ന് ആത്മാർത്ഥമായി അധ്വാനിച്ച് ദുആ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ആ ദിവസം മുതലെടുക്കാൻ തന്നെയാണ്. ഇതേപോലെ ഖദറിന്റെ രാത്രി ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയും നിങ്ങൾക്ക് 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ, 3 ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെയുള്ള സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ അവസാനത്തെ ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്ന റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ചില സഹാബിമാർ അത് 27-ാം രാവെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണുവാൻ സാധിക്കും. മൊത്തത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ഏതെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. അവസാനത്തെ 10-ൽ ഒറ്റയായി വരുന്ന രാവുകളിൽ അതിൽ തന്നെയും 21-ഉം അതുപോലെ തന്നെ 27-ഉം ഒക്കെ പ്രധാനമാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാമെന്നുള്ളതല്ലാതെ ഇന്ന രാത്രിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് മുതൽക്കുള്ള രാത്രികളിൽ ഒരുങ്ങിക്കൊള്ളണം, ഇന്ന് മുതൽക്കുള്ള രാവുകളിൽ ഒരുങ്ങിക്കൊള്ളണം. അത് തന്നെയും അവസാനത്തെ 10-ൽ മുഴുവനും പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോൾ 21-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആരും ഇന്ന് 22 നാളെ, അതുകൊണ്ട് അതത്ര കാര്യമാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അശ്രദ്ധമാകരുതേ. പിന്നെ 23-ാം രാവ് നോക്കിയാ മതി എന്ന് ചിന്തിക്കരുത്. ഈ ഇരട്ടയായ രാവുകളിലും വരാം. പണ്ഡിതന്മാരത് പ്രത്യേകമായി പറയുന്നുണ്ട്. ചിലപ്പോ 30 തികയുന്ന മാസങ്ങളിൽ ചിലപ്പോൾ ഇരട്ടയായ രാവുകളിലാവാം. 29 വരുന്ന രാവുകളിൽ ചിലപ്പോ ഒറ്റയായ രാവുകളിലാവാം. അതൊന്നും നമുക്ക് പറയാനാവില്ല. ഒരു വർഷം ഒറ്റയായ രാവിലാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം വേറൊരു രാവിലായിരിക്കാം. ഒറ്റയായ രാവുകൾ തന്നെ വർഷം തോറും മാറിയേക്കാം. ചിലപ്പോൾ ഇരട്ടയായ രാവിലും വന്നേക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? മുഴുവൻ രാവുകളും അതുമായി അവസാനത്തെ 10 ദിവസങ്ങളും ഒരു കാര്യത്തിൽ പോലും അശ്രദ്ധയില്ലാതെ നന്മയിലേക്ക് നമ്മൾ മുന്നേറണം. ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10-ൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോളൂ. കണ്ടോ? അപ്പൊ അവസാനത്തെ 10-ൽ എന്ന് പറയുമ്പോ അതിൽ ഒറ്റരാവും പെട്ടു, ഇരട്ടരാവും പെട്ടു. ഇനി അതിൽ തന്നെയും പ്രത്യേകം പറഞ്ഞതാണ് ഒറ്റയായ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഫല്യതഹറഹാ ഫിസ് സബ്ഇൽ അവാഖിരി എന്നും റിപ്പോർട്ടിലുണ്ട്. അവസാനം വരുന്ന 7 രാവുകളിൽ പ്രതീക്ഷിച്ചോളൂ എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ അതിലും വരുന്നുണ്ട് ഇരട്ടരാവെന്ന് മനസ്സിലാക്കണം. ഇനി അവസാനത്തെ രാത്രിയാകുമോ അതും നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന രാവാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അന്ന് മാത്രം പള്ളികളിൽ തിക്കും തിരക്കും, അന്ന് മാത്രം സൽക്കർമ്മങ്ങൾ, അന്ന് മാത്രം ഒരു പ്രത്യേകമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. എല്ലാ രാവുകളിലും അധ്വാനിക്കണം. പക്ഷേ പ്രതീക്ഷിക്കാവുന്ന പ്രത്യേക രാവുകളിൽ പ്രത്യേകം ഒരു പക്ഷേ സംഭവിച്ചേക്കാമോ എന്ന നിലക്ക് കൂടുതൽ നമുക്ക് അധ്വാനിക്കാം. ഏറ്റവും ശ്രദ്ധ കാണിക്കണം. അന്നത്തെ മഗ്രിബ് മുതൽക്ക് തുടങ്ങിക്കോ. അഥവാ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി. അപ്പൊ രാവ് തുടങ്ങുന്നത് അസ്തമനത്തോടു കൂടെയാണ്. അന്നത്തെ മഗ്രിബ് മുതൽക്കേ ആരംഭിച്ചോളൂ. ബാങ്ക് കേൾക്കുന്നത് മുതൽക്കതാ ആ ബാങ്കിന് ഇജാബത്ത് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം അത് നഷ്ടപ്പെടുത്തല്ലേ. ബാങ്കിന് ഉത്തരം പറയുന്നത് എത്രത്തോളം മഹത്വമുള്ളതാണ് ശ്രദ്ധിച്ചു കേട്ട് ഉത്തരം പറയ്. ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല്. ശേഷം അല്ലാഹുവിനോട് ആ പ്രാർത്ഥന നിർവഹിക്ക്.
പരലോക കോടതിയിൽ റബ്ബിന്റെ അടുക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റെക്കമെൻഡ് കിട്ടാനത് കാരണമാകും എന്ന് പറഞ്ഞത് ഈ 83 വർഷത്തേക്കാൾ കൂടുതൽ പുണ്യകരമായ ഈ രാവിലെ അത് നമുക്ക് ചെയ്യാനായാലോ? അതുകൊണ്ട് അന്നത്തെ ബാങ്ക് മുതൽക്ക് തന്നെ തുടങ്ങ്. അത് കഴിഞ്ഞ് ആ ബാങ്കിന്റെ ഇജാബത്തും പ്രാർത്ഥനയും കഴിഞ്ഞു. മഗ്രിബിന്റെ മുമ്പ് തൊട്ട് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. അത് റവാത്തിബായ ശക്തിയായ സുന്നത്തല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിച്ചോളൂ, ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ അതും വന്ന് നഷ്ടപ്പെടുത്തണ്ട. കാരണം ഖദറിന്റെ രാത്രിയാവാൻ ചാൻസ് ഉള്ള രാവല്ലേ, അവസാനത്തെ 10 രാവുകളല്ലേ. ശ്രദ്ധിച്ചോളണം ഇന്നത്തെ രാവ് മുതൽ. ശേഷമതാ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നോമ്പ് തുറക്കുന്ന തിരക്കിലായിരിക്കും. നോമ്പ് തുറക്കുമ്പോ ഒരുപക്ഷെ ബാങ്ക് അന്ന് ചിലപ്പോ കേട്ടോളണമെന്നില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം ബാങ്ക് കേൾക്കാൻ ശ്രമിക്ക്. കാരക്ക വായിലിട്ട് ചവച്ചുകൊണ്ട് തന്നെയും നമുക്ക് ബാങ്കിന് ഇജാബത്ത് പറയാമല്ലോ. അതുപോലെ തന്നെ ആ ജമാഅത്തിന്റെ അന്നത്തെ ദിവസം 1-ാമത്തെ സഫ് തന്നെ കിട്ടുമോ എന്ന് നോക്കിക്കോ. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടരാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. അങ്ങനെ അന്നത്തെ ദിവസം അതാ ഫർള് നിസ്കാരം കഴിഞ്ഞു, അതിന്റെ അദ്കാറുകൾ ഒരിക്കലും മുടക്കണ്ട, ശേഷമുള്ള ദിക്റുകൾ മുടക്കണ്ട. ജമാഅത്തിന് വീണ്ടും ഇശായിന് എത്തിക്കോ. ഇശായിന്റെ മുമ്പേ ബാങ്ക് വിളിക്ക് മുമ്പേ എത്തിക്കോ. ബാങ്കിന് ഇജാബത്ത് പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. ഇശാ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചോ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് ഏത് ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലും 2 റക്അത്തുണ്ട്. അതുകൊണ്ട് ഇശായിന്റെ മുമ്പ് റവാത്തിബ് സുന്നത്ത് ഇല്ലെങ്കിലും ഈ 2 റക്അത്ത് അപ്പോഴും നമുക്ക് നിസ്കരിക്കാം. ഇശാ ജമാഅത്തും എത്രത്തോളം പ്രാധാന്യമാണ്. ഏത് രാവുകളിലും ആരെങ്കിലും ഇമാമിന്റെ കൂടെ ജമാഅത്തായി കൊണ്ട് ഇശാ നിസ്കരിച്ചാൽ അവൻ പകുതി രാത്രി നിസ്കരിച്ചവനെ പോലെ. സുബഹിക്ക് ജമാഅത്തായി കൊണ്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ രാവ് മുഴുവനും നിസ്കരിച്ചവനെ പോലെ എന്ന് മറ്റു രാവുകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, മറ്റു കാലങ്ങളിൽ മറ്റു മാസങ്ങളിലെ രാവുകളിൽ പോലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ആ 2 ജമാഅത്തുകളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോ അത് റമദാനിന്റെ ഈ അവസാനത്തെ നാളുകളിലാകുമ്പോൾ സാധുക്കളായ നമുക്ക്, ആയുസ് കുറഞ്ഞ ആരോഗ്യം കുറഞ്ഞ നമുക്ക്, റബ്ബേ അതെങ്ങാനും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്. അതല്ല, രാവ് തടയപ്പെട്ടുവെങ്കിൽ നമ്മേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുണ്ട്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, അത് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഈ രാവ് ഏതെന്ന് അറിയിക്കപ്പെടാത്തത് നമുക്കൊരു ഖൈറാണെന്ന് വിചാരിച്ചോളണം. അത് നമുക്ക് സമുദായത്തിനൊരു ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് ഒരിക്കൽ ഈ രാത്രി ഏതാണെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് ഉമ്മത്തിനോട് സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്ന ഒരു ചരിത്രം ഹദീസിലുണ്ട്. ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തിൽ ഖദ്രി, ഖദറിന്റെ രാത്രിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു വന്നതാണ്. ഫതലാഹാ ഫുലാനുൻ വ ഫുലാൻ, അങ്ങനെ ഇന്ന ആളുകളൊക്കെ തമ്മിൽ ശണ്ട കൂടുകയും വഴക്ക് കൂടുകയും വക്കാണത്തിലേർപ്പെടുകയും ചെയ്തപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ച് അവരുടെ ബഹളത്തിലേക്ക് എൻ്റെ മനസ്സങ്ങ് വന്നപ്പോ ഫറുഫിയത്ത്, ആ വിവരം അങ്ങ് ഉയർത്തപ്പെട്ടു. പിന്നെ എനിക്ക് ആ വിവരം പിന്നെ ഓർമ്മയില്ലാതെയായി. റബ്ബതങ്ങ് ഉയർത്തിക്കളഞ്ഞു. അതുകൊണ്ട് ആ ദിവസം ഏതാന്ന് പറഞ്ഞില്ല. അതിലൊരു ഖൈറുണ്ട്. വഅസാൻ യകൂന ഖൈറൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായേക്കാം എന്ന് നബി തങ്ങൾ ചേർത്ത് പറഞ്ഞു. ഇവിടെ നമ്മളൊരു പോയിന്റ് മനസ്സിലാക്കണം. വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. അതെന്താണ്? പല ഖൈറുകളും നമുക്ക് തടയപ്പെടും. എപ്പോ? തർക്കത്തിന്റെയും വഴക്കിന്റെയും അതുപോലെയുള്ള ബഹളങ്ങൾക്കും നമ്മൾ ഉണ്ടാക്കി തീർക്കുമ്പോ അത് സമൂഹത്തിന്റെ പലപ്പോഴും ആ വ്യക്തികൾക്കെങ്കിലും ചില പ്രത്യേകമായ നിലക്ക് പല ഷെറുകളും അതുകൊണ്ടുണ്ട്. അപ്പൊ ബഹളം കാരണത്താൽ ചിലപ്പോൾ പല നന്മകളും നമുക്ക് അറിയാതെ പോകും, പല ഇൽമുകളും തടയപ്പെടും. ഇവിടെ കണ്ടോ, ആളുകൾ ബഹളം കൂട്ടിയപ്പോ അള്ളാന്റെ റസൂൽ അത് മറന്നുപോയി, അത് അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു. അതോടെ പറയേണ്ടതില്ല. എന്നാ പിൽക്കാലത്ത് ആളുകൾക്കത് ഖൈറാണെന്ന് പറഞ്ഞത് എന്താ? ആ സമയം ഏതാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആ ദിവസം മാത്രം, ഇന്ന് ചില ആളുകൾ 27-ാം രാവിന് തിരക്കൂട്ടുന്നത് പോലെ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ എന്താണ്, പിരിച്ചുവിടും. പിന്നെ അവരെ റമദാൻ കഴിഞ്ഞു.
27 രാവോടുകൂടെ പള്ളികളും എല്ലാം കാലിയാകലാണ് സാധാരണ. അങ്ങനെയല്ല വേണ്ടത്. 29-ാം രാവ്, 30-ാം രാവുണ്ടെങ്കിൽ 30-ാമത്തെ രാവ് വരെ പ്രതീക്ഷിച്ചോളണം. കാരണം പണ്ഡിതന്മാർ പറയണേ, ജോലിക്ക് കൂലി ചിലപ്പോൾ കൊടുക്കുക. നമ്മളൊരു തൊഴിലാളിയെ വിളിച്ചാൽ തൊഴിലുടമ പണിയൊക്കെ കഴിഞ്ഞ് അവസാനമായിരിക്കും ചിലപ്പോൾ കൂലി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അത്യധ്വാനം ചെയ്യാൻ വേണ്ടി റമദാനിൽ ആവശ്യപ്പെട്ട് ഒരു വേള അവസാനത്തെ രാവിലാണ് കൂലി തരുന്നതെങ്കിലോ അത് അശ്രദ്ധമാകുന്നവൻ പെട്ടുപോയില്ലേ, ദൗർഭാഗ്യവാനായില്ലേ? ചിന്തിക്കണം ആ വാക്കുകളൊക്കെ. അപ്പൊ നഷ്ടമാകരുത് എന്നാ പറയുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇബാദത്തുകൾ നന്നായി ധാരാളമായി ചെയ്യുവാൻ ഈ അവസരങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് ഗൗരവത്തോടെ നമ്മൾ കാണണം. ആ രൂപത്തിൽ നമ്മുടെ സമയങ്ങൾ ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ നോക്കണം. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതാ ഇന്നിപ്പോ ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ, ഇത് ലൈവായി കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കുക, ഇന്നത്തെ മഗ്‌രിബോടുകൂടി 21-ാം രാവാണ് വരുന്നത്. ഇന്നാണെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. ചാനലുകൾ ആഘോഷമാക്കുന്ന വേളയാണ്, മണിക്കൂറുകൾ. അതാ ഇനി അങ്ങോട്ട് അതിന്റെ ചർവണ ചർച്ചകൾ നടക്കും. അതിലേക്ക് കണ്ണും നട്ട് 21-ാം രാവ് സഹോദര നഷ്ടപ്പെടുത്തിയാൽ 22-ഉം 23-ഉം വരാനിരിക്കുന്ന ഈ 10 രാവുകളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കണ്ണും നട്ട് കാതും കൊടുത്ത് കൽബും നട്ട് അതിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ ഇനി ഒരു റമദാൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ, അവർ അധികാരത്തിൽ വന്നോളും, നമ്മളായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. റഹ്മാനായ റബ്ബിനോട് നന്മക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ശർറുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, നല്ല രൂപത്തിലുള്ള സമാധാനാന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ ദുന്യവിയും മുഹറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ മുതലാക്കുക. അതല്ലാതെ അത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിതിരിച്ച് വിടരുതെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിലേക്ക് വിളിച്ചുണർത്തേണ്ടുന്ന പ്രത്യേകമായ രാവാണത്. നബിതങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ അറിയാവുന്ന വകതിരിവുള്ള ഒരു കുട്ടിയെപ്പോലും വിളിച്ചുണർത്താതെ പോയിട്ടില്ല. അത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ചിന്തയോടെ ഖുർആൻ പാരായണം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ചിന്തയോടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ അതിൽ ശിക്ഷയുടെ ആയത്തുകൾ വന്നേക്കാം. അള്ളാഹുവിനോട് ശിക്ഷയില്ലെന്ന കാവൽ ചോദിക്കാൻ മറക്കരുത്. സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ വന്നേക്കാം. അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ തേടാൻ ഒരിക്കലും മറന്നു പോകരുത്. ധാരാളമായി ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. തിരക്ക് കൂട്ടി ഖുർആനോദല്ലേ, സാവകാശം നിർത്തി പാരായണം ചെയ്യണേ, സ്വതക്ക ചെയ്യണേ. അല്പമെങ്കിലും എല്ലാ രാവുകളിലും നമ്മൾ സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് കുശലാന്വേഷണം നടത്തുക, മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുക, കുടുംബബന്ധം ചേർക്കുക, തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നന്നാവുക. എത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാകുമോ എല്ലാം ചെയ്യുക. കാരണം 1000 മാസങ്ങളെക്കാൾ നമുക്ക് ചെയ്തു തീർക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുല്യമായത് ഒരൊറ്റ രാവിൽ കിട്ടുമെന്ന് വന്നാൽ റബ്ബേ അതെത്ര ഭാഗ്യമാണ് നമുക്ക്. അത് തടയപ്പെട്ടാലോ എത്ര വലിയ നിർഭാഗ്യമാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ഇത് കാണണം. പിന്നെ നമുക്ക് മനസ്സിൽ ഒരു സങ്കടം വരാറുള്ള കാര്യം എന്താണ്? അതേ എഴുത്തിക്കാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങളിലും എഴുത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് പള്ളികൾ തീരെ തുറക്കപ്പെട്ടില്ല. ഇപ്രാവശ്യം തുറക്കപ്പെട്ടപ്പോൾ തന്നെയും അത് ഭാഗികമാണ്. ഏതാനും സമയങ്ങൾ മാത്രമേ രാത്രിയിലെ നിസ്കാരത്തിന് പോലും അനുവാദമുള്ളൂ. പലപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണുകളിലും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും പള്ളികൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇനി ഭാഗികമായിട്ടാണെങ്കിലും അടഞ്ഞു കിടക്കുകയാണെങ്കിലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന നിരാശയാർക്കും വേണ്ട.
നമ്മുടെ മനസ്സിൽ അതാ ഇന്നത്തെ രാവ് മുതൽ തന്നെ നമ്മളൊരു നിയ്യത്ത് കരുതണം. അതെന്താ? ഈ 10 ദിവസവും അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും. അതേ, എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. ഈ രാവ് മുഴുവനും സജീവമാക്കുവാൻ, ഈ രാത്രികൾ മുഴുവനും സജീവമാക്കുവാൻ, സൽക്കർമ്മ നിരതമാക്കുവാൻ ഞാനിതാ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ നമ്മുടെ കഴിവും കഴിവുകേടും അല്ലാഹുവിനറിയാമല്ലോ. നമ്മൾ അലസരായത് കൊണ്ടല്ലല്ലോ. നമുക്ക് മുമ്പിൽ പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുമ്പോ നമ്മുടെ നിയ്യത്തിന് അല്ലാഹ് കൂലി തരും. അതുകൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് സാധ്യമല്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നോ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട. വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. പള്ളിയിൽ മാത്രമേ ഇഅ്തികാഫ് സ്വഹീഹാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇഅ്തികാഫില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഒരു മുസല്ല വീട്ടിലൊരു പശയൊട്ടിച്ചിട്ട് മുസല്ല ആ പശയിൽ ഒട്ടിച്ചിട്ട് പിന്നെ അത് ഞാൻ ഇപ്പോൾ പള്ളിയായിട്ട് തൽക്കാലം അങ്ങ് സങ്കല്പിച്ച് അങ്ങനെ അതിൽ തന്നെ അങ്ങനെ ഇരിക്കുക ഞാൻ, അല്ലെങ്കിൽ ഒരു റൂം ഞാൻ അങ്ങനെയാണ് സങ്കല്പിച്ച് അവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഇഅ്തികാഫിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചാൽ ഇഅ്തികാഫിൻ്റെ കൂലിയായി എന്ന്. ഒരിക്കലും ഇഅ്തികാഫ് വീട്ടിൽ പറ്റൂല, അത് പള്ളിയിലേ പറ്റുള്ളൂ. അതേ അവസരത്തിൽ നമ്മളതാ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്നു, നിസ്കരിച്ചോടത്തിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് ധാരാളമായി നമ്മൾ പള്ളിയിൽ ചെയ്യും പോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലാഹ് നമുക്ക് ഇഅ്തികാഫിൻ്റെതിന് തുല്യമായ കൂലി തരും. അല്ലാതെ ഇഅ്തികാഫിൻ്റെ നിയമങ്ങളൊന്നും അവിടെ ബാധകാവില്ല. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അതിന് കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും വീട്ടിൽ പാലിക്കേണ്ടതില്ല. നമുക്കൊട്ട് ആ നിലക്കുള്ള നിയമങ്ങൾ, ഇഅ്തികാഫിൻ്റെതായ മര്യാദകൾ വീട്ടിൽ പാലിച്ചുകൊണ്ട് ഒരു അക്ഷരാർത്ഥത്തിലുള്ള സാങ്കേതികമായ ഒരു ഇഅ്തികാഫ് വീട്ടിൽ നടക്കൂല. എന്നാലോ നമുക്ക് ഇഅ്തികാഫിന് മോഹമുണ്ട്. ഇഅ്തികാഫ് ഇരുന്നിരുന്നവരാണ്, പള്ളിയിലേറെ സമയം ചെലവഴിച്ചിരുന്നവരാണ്. കഴിഞ്ഞ വർഷം തീരെ സാധിച്ചില്ല, ഇപ്രാവശ്യവും സാധിക്കുന്നില്ല. നമ്മുടെ നിയ്യത്ത് അല്ലാഹുവിനറിയാം, അവൻ പ്രതിഫലം തരും. പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? അപ്പൊ വീട്ടിൽ നിന്ന് കഴിയുന്നത്ര നമ്മൾ സൽക്കർമ്മ നിരതമായി തന്നെ ഖുർആനോത്തും സിക്റും ദുആയും ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ, തസ്ബീഹ്, സ്വലാത്ത്, തഹ്ലീലുകൾ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്തിനെ ചോദിക്കൽ, നമുക്ക് ഐഹികവും പാരത്രികവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുആകളെ വർദ്ധിപ്പിക്കൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ആ രാവിലെ ഇങ്ങനെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ രാത്രിയിൽ ജിബ്രീൽ തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. എത്രത്തോളം ഹദീസുകളിൽ കാണാം, ഭൂമിയിലെ ചരൽക്കല്ലുകളുടെ എണ്ണത്തെക്കാളപ്പുറം മലക്കുകൾ തിങ്ങി നിറയുന്ന ദിവസമാണ്, രാവാണത് എന്ന്. അവർ കാണുന്നവരോടൊക്കെ അവർ സലാം ചൊല്ലും. വിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. വിശ്വാസികളുടെ പ്രാർത്ഥനകൾ കേട്ടവരും ആമീൻ പറയും. വറൂഹു എന്ന് പറഞ്ഞൊരു ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതല്ലാതെ മരിച്ചുപോയവരുടെ റൂഹുകൾ നമ്മളെ പുരയിലേക്ക് കയറി വരും എന്നല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെയും പറയുന്നുണ്ട്, മലക്കുകളും വരും, നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ റൂഹുകളൊക്കെ വരുമെന്നും. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും വല്ലതും തരണേ എന്നൊക്കെ ആവശ്യപ്പെടുമെന്നൊക്കെ. അങ്ങനെ കൊല്ലത്തിൽ 5-6 തവണ അങ്ങനെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമ്മുടെ വീടുകളിലേക്ക് സന്ദർശനം നടത്തുമെന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കക്ഷികളുണ്ട്. ഒരു പ്രമാണത്തിൻ്റെയും പിൻബലം അതിനില്ല. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് അല്ലാഹുവിൻ്റെ മലക്കുകൾ, നേതൃത്വം ജിബ്രീലും, തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ, എല്ലാ കൽപ്പനകളും റബ്ബിന്റെ ഓർഡറുകളുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. റബ്ബിന്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ അവരിറങ്ങി വരികയാണ്. സലാം, ആ രാവ് മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാത്രിയാണ്. അന്നൊരു എല്ലാ ഷെറുകളുമില്ലാതെ നീങ്ങുന്ന പ്രത്യേകം പവിത്രമായ രാവാണത്. അത് ഫജ്റിന്റെ പുലരി വരെ, അഥവാ പുലരി വരെ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, നീണ്ടു നിൽക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും സജീവമായി ആ ദിവസത്തെ ഏതാണ് ദിവസം എന്നറിയില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളെ മുഴുവനും ആ രാത്രികൾ പ്രത്യേകിച്ചും നമ്മൾ വളരെ കാര്യഗൗരവത്തിലെടുത്ത്, ഒരിക്കലും എനിക്കതിൽ ഒരു സെക്കൻഡും വെറുതെയായിക്കൂടാ
എന്ന നിലക്ക് നാം ശരിക്കും ഉപയോഗപ്പെടുത്തുക. നിയ്യത്ത് പ്രത്യേകമാണ്. അഥവാ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം എനിക്ക്. ഇനി എന്തെങ്കിലും നിലക്ക് ഒരല്പം രാവിലെ ഉറങ്ങിപ്പോയാൽ തന്നെയും സൽക്കർമ്മം ചെയ്യണം എന്ന നിലക്കല്ലേ അവൻ കിടന്നുറങ്ങിയത്. അവൻ ഉറങ്ങിപ്പോയില്ലേ, അതും അവന് പുണ്യകർമ്മമായി മാറുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നിയ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഉണരുക, ഏറ്റവും കഠിനാധ്വാനം ചെയ്യുക. ഖദറിന്റെ രാത്രി നഷ്ടപ്പെടരുത് നമുക്ക്. അത് നൽകപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.